നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വേങ്ങശ്ശേരി വടക്കേപ്പുരയ്ക്കൽ ലളിതയ്ക്കിനി കൈ നഷ്ടപ്പെട്ട ദുഃഖം മറക്കാം. ആർട്ട് ഓഫ് ലിവിംഗിന്റെ സഹായത്തോടെ ലളിതയുടെ ശരീരത്തിൽ ഇനി കൃത്രിമ കൈ ചലിച്ചു തുടങ്ങും. കൊപ്രമില്ലിൽ ജോലിക്കാരിയായിരുന്നു ലളിത. അപ്രതീക്ഷിതമായി സംഭവിച്ച ദുര്യോഗത്തിൽ അവരുടെ വലതു കൈ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. കൈ നഷ്ടപ്പെട്ടെങ്കിലും അവർ അതൊന്നും കണക്കാക്കാതെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. മണ്ണാർക്കാട് മദർ കെയർ ഹോസ്പിറ്റലിന് സമീപമുള്ള ക്ലിനിക്കിലെ ഡോക്ടർ ആൽബിൻ വർഗീസ്, ഡോക്ടർ അജയ് എന്നിവരുടെ നേതൃത്വത്തിൽ ലളിതയ്ക്ക് കൃത്രിമ കൈ വെച്ച് പിടിപ്പിക്കുകയായിരുന്നു. ഇതിന് മുൻകൈ എടുത്തതാകട്ടെ ആർട്ട് ഓഫ് ലിവിംഗ് എന്ന സംഘടനയും ആർട്ട് ഓഫ് ലിവിംഗിലെ മുഴുവൻ പ്രവർത്തകരും ഉദാരമതികളായ മറ്റുള്ളവരും ചേർന്നപ്പോൾ കാര്യങ്ങൾ വളരെ സുഗമമായി. വളരെ നിഷ്പ്രയാസം ലളിതയ്ക്ക് ഒരു ആർട്ടിഫിഷ്യൽ കൈ വെച്ചു കൊടുക്കാൻ സംഘടനയ്ക്ക് കഴിഞ്ഞു. ഡോക്ടർ ആൽബിൻ വർഗീസ്, ഡോക്ടർ അജയ് എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകിയത്. UK മെയ്ഡ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ കൈവച്ച് കൊടുക്കുകയായിരുന്നു. ഇതിനുവേണ്ടി മുൻകൈ എടുത്തതാകട്ടെ യോഗ മാസ്റ്റർ സഞ്ജുവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും. കാര്യങ്ങളും നമ്മളിവിടെ എടുത്തിട്ടുണ്ടെങ്കിലും ഒരുപാട് ആളുകളുടെ സാന്നിധ്യം ഇത്രയും വലിയൊരു കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളത് ഇന്ന് ആർട്ട് ഓഫ് ലിവിങ് വളരെ കുറേ കാര്യങ്ങളിൽ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യം കുറച്ച് ഇവിടെ ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ വേങ്ങശ്ശേരിയിൽ ചെയ്യണത്. അപ്പോൾ ഇതൊരു വലിയൊരു ഭാഗ്യമാണ്. ഗുരുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു. അങ്ങനെ നമ്മുടെ ഒരു ഡിവോട്ടി എന്ന രീതിയിൽ ലളിത ചേച്ചി, കുടുംബം, രാജേട്ടൻ, മക്കൾ, എൻ്റെ കുട്ടികൾ, അച്ഛൻ, അമ്മ, അങ്ങനെ അവർക്ക് അടങ്ങുന്ന ഒരു വലിയൊരു സ്വപ്നമായിരുന്നു അല്ലേ. ഇത്രയും വയസ്സ് വരെ ആ ഒരു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു കൈയുടെ ഒരു സഹായത്തിൻ്റെ ഒരു ചെറിയൊരു അപകടം മൂലം ചേച്ചിക്ക് അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ആ കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു വലിയൊരു സന്തോഷമാണ്. കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ഡിവോട്ടുണ്ട്.